അത് ഞാൻ പറഞ്ഞതില്ല, പത്രോസിൻ്റെ ശക്തമായ വെളിപാടാണ്. അതിന് റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് പത്രോസ് പറയണത്, രാജകീയ പൗരോഹിത്യം. ഈശോ ഒരേ സമയം തന്നെ രാജാവും പ്രവാചകനും ഈശോ പുരോഹിതനുമായിരുന്നു. അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ നമ്മൾ അവൻ്റെ ദൗത്യത്തിൽ കൂടി പദവിയിലും പങ്കാളിയാകുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് പൗരോഹിത്യമാണ്, നിയോജക പൗരോഹിത്യം. അതായത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കുമ്പോൾ ഇതിന് ശുശ്രൂഷ പൗരോഹിത്യമെന്നും പറയും. ആ ജോലി ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യം കർത്താവ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? ജനങ്ങളാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യം. ജനങ്ങൾ മാത്രമല്ല, ഈ ഭൂമിയും പ്രകൃതിയും എല്ലാം ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളാൽ പരിചരിക്കപ്പെടേണ്ടതാണ് ദൈവത്തിന് വേണ്ടി. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് രാജകീയ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ കുറച്ച് അബ്സ്ട്രാക്റ്റാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ വേണ്ടി ഈശോ തോന്നിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പങ്കാളിത്ത പൗരോഹിത്യമാണ് ശരിക്കും. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ പങ്കാളിയാകുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേക ജോലി എന്താണ്? ബലിയർപ്പണമാണ് ശരിക്കും, അല്ലേ? അതിൽ നിങ്ങൾ ഭാര്യ ഭർത്താവിന് വേണ്ടി ബലിയർപ്പിക്കുന്നു. ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുറിച്ച് വിളമ്പി കൊടുക്കണ കർത്താവിനെ മുറിവിൽ തിരിച്ചറിയണ. ഈ മുറിവിലാണ് എപ്പോഴും ദൈവത്തെ തിരിച്ചറിയണതേ. എപ്പോഴും മുറിവിലാണ് ദൈവത്തെ, ആ വേദനയിലാണ് തിരിച്ചറിയണത്. വിശ്വാസത്തിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയണത് വേദനിക്കുമ്പോൾ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നതിൻ്റെ പുണ്യത്തിൻ്റെ പേരാണ് വിശ്വാസം. വേദനിക്കുമ്പോൾ ദൈവത്തെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന പുണ്യത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ഒരു ശാന്ത ചേച്ചി സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ പാലായി എന്നുള്ള, അവരെന്നാ പറഞ്ഞത്? എനിക്ക് നിൽക്കാൻ മേലായിരുന്നു, അല്ലേ? എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കിടന്നു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമല്ലേ, എനിക്ക് നിൽക്കാൻ പോലും പറ്റണില്ലല്ല ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ മരിച്ചു പോകണമെന്ന് അവനെ 7ാം ക്ലാസ്സുകാരൻ ഒരു 11ാം ക്ലാസ്സിലെങ്കിലും എത്തണ മുമ്പ് ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ മേലാത്ത ആൾ കിടക്കാനും പറ്റാത്തൊരു പരുവത്തിൽ ഇങ്ങനെ ഒരു കാല് കൊന്തി ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അൾത്താറിൽ നിന്ന് മെസ്സേജ് പോണ കണ്ടില്ലേ? എന്താണ്? മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളിന് ദൈവം ആയുസ് നീട്ടി നൽകുന്നുവെന്ന്. ഞാനവരെ ഇപ്പോഴും കണ്ടിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ യൂട്യൂബിൽ കണ്ടതല്ലാതെ ആ ചേച്ചിനെ എനിക്കറിയത്തില്ല. അച്ഛനെ അറിയില്ലെങ്കിലും അറിയേണ്ട ആളിനെ അറിയാം. കൈയടിച്ച് കർത്താൻ അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ശക്തി വന്നവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അല്ലേ? അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആയുസ് അവർ നീട്ടിക്കൊടുത്തു. അവർ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ നല്ല മസിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലേ? ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഞാൻ ഉണങ്ങി ഒട്ടിയിരിക്കുകയായിരുന്നു രോഗം കാരണം. ഇപ്പോൾ എന്നെ കാണാൻ കൊള്ളാം, എനിക്ക് മസിലുണ്ട്, ശരീരം വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. എല്ലാം പുനരുദ്ധരിച്ച് കൊടുക്കുക. പിടിച്ചെഴുന്നേൽപ്പിച്ച ആൾ വന്ന് എല്ലാം പുനരുദ്ധരിച്ച് കൊടുക്കുകയാണ്. സമയവും നീട്ടിക്കൊടുക്കും. സമയത്തിൻ്റെ മേലുള്ള അമ്മാധികാരം കൃപാസനത്തിലെ ഒരു ധ്യാന വിഷയമാണ്. സമയഘടികാരം ചാർത്തി 2004 ഡിസംബർ
7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി വന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്താണ്? സമയം ദൈവമെന്നാണ് തീരുമാനിക്കുന്നത്. നിൻ്റെ സമയം ലോകം തീരുമാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സമയത്തിന് അധികാരിയുള്ള ആൾ നിൻ്റെ സമയം തീരുമാനിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പുരോഹിതന്മാരെ ആയുസ് നീട്ടി ചോദിക്കണം. എന്തിനു വേണ്ടിയാ? മുറിച്ച് കൊടുക്കാൻ വേണ്ടി അല്ലേ? നമ്മൾ ആ അമ്മച്ചി ആയുസ് നീട്ടി ചോദിച്ചത് എന്തിനു വേണ്ടിയാ? മകന് തൻ്റെ ശരീരവും സമയവും മുറിച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവൾ പുരോഹിതയായി മാറുകയാണ്. അതാണ് പങ്കാളിത്ത പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത. നീ ആയുസ് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കും എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കും. ഉടനെ ഞാൻ പറയും, നീ പറയണം കർത്താവ് നിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളിയായിക്കൊണ്ട് പങ്കാളിത്ത പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നിൻ്റെ നാമത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പേര് തുടരാൻ വേണ്ടി. കാരുണ്യത്തിന്. അപ്പോൾ ആ സഹനത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് അവൾക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. എപ്പോഴും ഒന്ന് ഓർക്കണം, സഹന നിമിഷങ്ങൾ നമ്മൾ ദൈവത്തെ തിരിച്ചറിയണ സമയമാണ്. സന്ധ്യയായി ഞങ്ങളോടൊത്ത് വസിക്കാൻ പറഞ്ഞില്ലേ? കർത്താവ് പുനരുദ്ധാനം ചെയ്യുമ്പോഴും പുരോഹിതൻ തന്നെയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെന്താ പറഞ്ഞത്? സന്ധ്യയായപ്പോൾ സന്ധ്യയാകുന്നു, ഞങ്ങളോടൊത്ത് താമസിക്കുക. പുരോഹിതൻ അവരോടൊത്ത് താമസിച്ചിട്ട് അവർ പൊക്കണങ്ങൾ തുറന്ന് അപ്പമെടുത്തപ്പോൾ അത് കൈ വാങ്ങിച്ചിട്ട് അതിനെ മുറിക്കും പുരോഹിതൻ. അപ്പോൾ അവർ തിരിച്ചറിയും. മുറിക്കുമ്പോഴാണ് എപ്പോഴും തിരിച്ചറിയണത്. വേദനയുടെ നിമിഷങ്ങളിലാണ് നമ്മൾ പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ വസിക്കണ തിരിച്ചറിയണത്. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ വേദനയുടെ നിമിഷങ്ങൾ തിരിച്ചറിയിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് പൗരോഹിത്യം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും പുരോഹിതന്മാർ. ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ളവർ, നിങ്ങൾ കർത്താവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലുള്ളവർ, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള നിയോജക പൗരോഹിത്യം ഇതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി ചുമതലപ്പെട്ടവരാണ് ഞങ്ങൾ. നിങ്ങളെ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് പാർട്ടിസിപ്പേറ്റീവ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും. പഠിക്കണ കുഞ്ഞുങ്ങളില്ലേ, 2 മണി വരെ ഇരുന്ന് പഠിക്കണ കുഞ്ഞുങ്ങൾ പുരോഹിതരാണ്. എന്താ കാര്യം? അവർ പഠിച്ച് കണ്ണൊക്കെ ഇങ്ങനെ കരിനീറമാകത്തില്ലേ? പഠിച്ച് കണ്ണിൻ്റെ പോളയൊക്കെ കരിനീല നിറമായി കറുപ്പായി പോവും. അപ്പോഴേ അമ്മ പറയും മഴ നീരുന്ന് ഉറങ്ങുമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ഞാൻ പഠിച്ച് ജയിച്ചാലേ അമ്മ നമുക്ക് വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് ഭാവിയിൽ മരുന്ന് മേടിക്കണമെങ്കിലും അപ്പനെ സംരക്ഷിക്കണമെങ്കിലും ഞാൻ പഠിക്കണം. അപ്പോൾ ശരീരം മുറിച്ച് കൊടുത്ത് അവൾ ഉറക്കം നിന്ന് പഠിക്കുമ്പോഴേ അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് അവൾ കർത്താവിൻ്റെ പൗരോഹിത്യം എക്സർസൈസ് ചെയ്യണത്. കർത്താവിൻ്റെ പൗരോഹിത്യത്തെ നമ്മൾ പങ്കാളികളാകുന്നത് എപ്പോഴാണ്? പ്രാർത്ഥിക്കുക, കർത്താവേ എവിടെയെല്ലാം സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ മുറിച്ച് കൊടുക്കുമ്പോഴെല്ലാം അത് നിൻ്റെ നാമത്തിൽ ചെയ്യാൻ, നിൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ പങ്കാളിയായിക്കൊണ്ട് പുനരുദ്ധാനത്തിലുള്ള നിൻ്റെ സാന്നിധ്യത്തെ വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് നിൻ്റെ സാന്നിധ്യത്തെ സമൂഹത്തിലെ കുടുംബത്തിലെ സംരംഭമാക്കുന്ന പൗരോഹിത്യത്തിൽ എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് വേദന ഉണ്ട്, രോഗമുണ്ട്, സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിനെ തിരിച്ചറിയാൻ സമയമായെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിനെ തിരിച്ചറിയാൻ സമയമായി. നിൻ്റെ വേദന ഈശോൻ്റെ നാമത്തിൽ കാഴ്ചവെക്കണം. നിൻ്റെ വേദനകൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമാകണം. മറ്റുള്ളവരുടെ വേദനയും നമുക്ക് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സുവിശേഷ സാക്ഷ്യത്തിൻ്റെ, അതാണ് ഈ പങ്കാളിത്ത പൗരോഹിത്യം കൊണ്ട് അച്ഛനെ ഉദ്ദേശിക്കുന്നത്. വഴിയെ പോണ പൗരോഹിതന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ കാലത്ത്. വേദനയെക്കുറിച്ച് യാതൊരു താല്പര്യമില്ലാതെ
വഴിയെ പോണ പുരോഹിതന്മാരെ കുറിച്ച് കർത്താവ് പറയും. നല്ല സമറിയാൻ്റെ കഥകളിൽ വഴിയെ പോണ പുരോഹിതന്മാരില്ലേ? നല്ല സമറിയാൻ്റെ കഥയിൽ ഒരു മനുഷ്യൻ വ്രണപ്പെട്ട് വഴിയരികി കിടക്കുമ്പോൾ ഒരു പുരോഹിതൻ വഴിയെ പോയെന്നല്ലേ പറയണത്. വഴിയെ പോയ പുരോഹിതന്മാർ അവിടെ കാലം കർത്താവ് കഴിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ പുരോഹിതന്മാർ വഴിയെ പോണവരായിരിക്കരുത്. അത് ഭാര്യയായാലും ഭർത്താവായാലും നീ ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ള വൈദികനായാലും വഴിയെ പോണവരായിരിക്കരുത്, വഴിയിൽ ഇറങ്ങണവരായിരിക്കണമെന്ന്. ഉടമ്പടി നിങ്ങളെ വഴിയിലിറക്കും. ഞാൻ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത്രയും സംസാരിച്ചത്. ഉടമ്പടിയുടെ ഉപവിപ്രവർത്തനങ്ങൾ നമ്മളെ വഴിയിലിറക്കും. അതെൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പോകാൻ അനുവദിക്കത്തില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? രോഗിയെ പരിചരിക്കണതാണത് ഉടമ്പടി. അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പുരോഹിതരായി മാറുകയാണ് ചെയ്യണത്. അവൻ കഴുതപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങി അടുത്ത് ചെന്ന് പരിചരിച്ചെന്നല്ലേ? കുറേ പണിയുണ്ട് ശരിക്കും. ഉടമ്പടി അടുത്ത് ചെല്ലണ പ്രാർത്ഥനയാണ്. ഒരു വ്രണിതൻ്റെ കിടപ്പുകാരൻ്റെ ഏത് തരത്തിലും കിടന്ന് വഴിയിൽ വീണു പോകേണ്ട ആൾക്കാരുണ്ട്. വഴി വീണു പോകണ ഈ ജീവിതയാത്രയുടെ വഴികളിൽ ആര് വീണു പോയാലും ദൈവവേദലെ നിന്നോടും ദൈവം പറയണത്, അവൻ വീണു പോയതല്ല പ്രധാനപ്പെട്ട കാര്യം. നീ ഉടമ്പടി വഴി അവൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടിയാണ് ഞാൻ അവനെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ കൃപയിലും സ്നേഹത്തിലും നിറയാൻ വേണ്ടി, സുവിശേഷം സാക്ഷ്യമാകാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന അവസരമാണ്. അവരുടെ സങ്കടങ്ങളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി വഴി അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് എൻ്റെ രാജ്യക പൗരോഹിത്യത്തെ, എൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തെ അങ്ങ് സജ്ജീകരിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവേ, കൂടുതൽ നിലവാരമുള്ള ശുശ്രൂഷകരായി ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആ സത്രം സൂക്ഷിപ്പുകാരനോട് സമരക്കാരൻ എന്നാ പറയണത്? ഇവൻ്റെ കാര്യം പരിഗണിച്ച് കൊള്ളണം. ആ വാക്കെല്ലാം ഭയങ്കര ഈശോൻ്റെ വായിൽ നിന്ന് എന്നെ വാക്കല്ലേ, തങ്കമായിരിക്കും. ഇവൻ്റെ കാര്യം പരിഗണിച്ച് കൊള്ളണം. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ മാതാവിനോട് എൻ്റെ മധ്യസ്ഥതയിൽ ഈശോനോട് പറഞ്ഞതെന്താ? വീണ് കിടക്കണവൻ്റെ കാര്യം ആരായാലും ഞാനത് പരിഗണിച്ച് കൊള്ളാമെന്നാണ് പറയണത്, അല്ലേ? 10:33 എന്താ പറയണത്? സത്തത്തിൽ അവനെ കൊണ്ട് ആക്കിയിട്ട് എന്നാ സത്താസൂക്ഷിപ്പുകാരനോട് പറയണത്? സമരക്കാരൻ, ഇവൻ്റെ കാര്യം പരിഗണിച്ച് കൊള്ളണം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നനെ ഉടുപ്പിക്കുകയും വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ പറയാതെ പറയണ കാര്യം എന്താണ്? നല്ല സമരിയാനായി മാറുകയാണ് നമ്മൾ അവൻ്റെ കാര്യം പരിഗണിച്ച് കൊള്ളണമെന്ന്. ആരാണ് കുടുംബത്തെ, അയൽവാസികളിലെ ജാതിമത ഭേദമന്യേ നീ അവൻ്റെ കാര്യം പരിഗണിക്കുന്നുവോ അന്ന് കർത്താവിൻ്റെ ഉടമ്പടി പുരോഹിതനായി നീ മാറുന്നു. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കർത്താവ് എങ്ങനെയാണ് പുരോഹിതനായത്? സ്വന്തം കാര്യം പരിഗണിക്കാതെ വന്നപ്പോഴാണ്. കർത്താവ് എങ്ങനെയാണ് പുരോഹിതനായത്? മറ്റുള്ളവരുടെ കാര്യം പരിഗണിച്ചപ്പോഴാണ്. ശരിയല്ലേ? അല്ലേ? സെൻറ്റ് പോൾ എന്നാ പറയണത്? അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, പിന്നെ അവൻ പുരോഹിതനായി. എങ്ങനെയാണ്? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ. അതാണ് ഈശോ പുരോഹിതനായത്. എങ്ങനെയാണ്? അവൻ്റെ കാര്യം പരിഗണിക്കാതായ. ആ പൗരോഹിത്യത്തിൽ അവൻ്റെ കാര്യം പരിഗണിക്കാതിരിക്കുന്ന വിഷയം മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യം. ഇപ്പം നമ്മൾ ഫിലിപ്പ് 2:7 മത്തായി ശ്ലീഹായുടെ ലൂക്കായുടെ സുവിശേഷം 10:33 ചേർത്ത് വായിക്കേണ്ടതാണ്. ഈശോ സ്വന്തം കാര്യം പരിഗണിക്കാതെ അവൻ പുരോഹിതനായപ്പോൾ എന്തിനാണ് അവൻ പുരോഹിതനായത്? മറ്റുള്ളവരുടെ വീട് കിടക്കുന്നവൻ്റെ കാര്യം പരിഗണിക്കാൻ വേണ്ടിയാണ്. ശരിക്കും ഇത് തന്നെ ഉടമ്പടി സംഭവിക്കണത്. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം പരിഗണിക്കാതെ നമ്മുടെ സഹായം ആവശ്യമുള്ളവൻ്റെ കാര്യം പരിഗണിക്കാൻ വേണ്ടി നമ്മളെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
അപ്പോൾ എൻ്റെ മക്കൾ വിചാരിക്കണം, ഈ ഉടമ്പടി എന്ന് പറയണത് ഒരു സമ്പൂർണ്ണ കംപ്ലീറ്റ് പ്രെയറാണ്. ശരിക്കും ജീവിതം ആകപ്പാടെ മാറ്റി, ജീവിതം ഒരു വലിയ സുവിശേഷത്തിൻ്റെ പ്രായോഗിക അവസ്ഥകളിലെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നമ്മളെ ഉയർത്തണ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കർക്കശമായി നിങ്ങളോട് പെരുമാറണത്. പല ധ്യാന കേന്ദ്രങ്ങളെക്കാളും ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കൗൺസിലേഴ്സ് പ്രത്യേകിച്ച് മറ്റ് ധ്യാന കേന്ദ്രങ്ങളെല്ലാം വളരെ സൗമ്യതയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞങ്ങൾ സൗമ്യരല്ല അത്ര. എന്താ കാര്യം? ഞങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ ഉടമ്പടി കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, അതോ ഉടായ്പാണോ, പറ്റിക്കാൻ വേണ്ടിയാണോ ഉടമ്പടി എടുത്തിരിക്കുന്നത്? ഉടമ്പടി വഴി നിങ്ങൾ വളർന്നോ? 32 പേരെയല്ലേ സ്റ്റാഫിന് വെച്ചിരിക്കുന്നത്. എന്തിനാണ്? നിങ്ങളുടെ വളർച്ച വിലയിരുത്താൻ വേണ്ടിയാണ്. ഉടമ്പടി ഒരു ദൈവത്തിൻ്റെ സ്വപ്നം പോലെയാണ് ബൈബിളിലുള്ളത്. ആ സ്വപ്നത്തിനൊത്തം നമ്മൾ വളർന്നു ഓരോ ഘട്ടവും നമ്മൾ ശ്രദ്ധിക്കും. പരിശുദ്ധ പ്രവണതയിൽ വളർന്നു, സുവിശേഷ സാക്ഷ്യത്തിൽ വളർന്നു, കുടുംബ പ്രാർത്ഥനയിൽ വളർന്നു, ഇടവകയിലുള്ള പ്രതിബദ്ധതയിൽ വളർന്നു, സഭയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളർന്നു. ഇങ്ങനെ ദൈവപൈത വളർന്നു എന്നാണ് നിങ്ങൾ നോക്കണത്. എന്താ? നിങ്ങളുടെ കാര്യം നടന്നു എന്നാണ് നോക്കണത്. കാര്യം നിങ്ങൾ ഇപ്പം അറിയാമല്ലോ, 6 കാര്യത്തിന് ഏതാണ്ട് 16 കാര്യം വരെ എണ്ണി സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങളാണ് യൂട്യൂബിൽ കിടക്കുന്നത്. അതൊരു നിസ്സാര കാര്യമാണ് ദൈവത്തിന്. അപ്പോൾ ദൈവത്തിന് സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഉടമ്പടി നിബന്ധന പ്രകാരം നിയോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? അത് ദൈവത്തിൻ്റെ വിഷയമാണ്. നമ്മളെടുത്തിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം എന്താണ്? നിയോഗം. ഇപ്പോൾ ഒരു മോള് പറഞ്ഞില്ലേ, ഞാൻ ജർമ്മനിയിൽ യൂറോപ്പിൽ 4 രാജ്യങ്ങളിൽ പോയി. ഒറ്റക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ അവൾ ഒറ്റക്കായിരുന്നോ? ഇല്ല. അവളെങ്ങനെ ഒറ്റക്കാകും? ഉടമ്പടി എടുക്കുമ്പോഴെങ്ങനെ ഒറ്റക്കാകണത്? ഉടമ്പടിയുടെ ആദ്യത്തെ വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ വാഗ്ദാനങ്ങൾ ഒരു ഭാഗമാണ് ഐ വിൽ കം വിത്ത് യു. നിനക്ക് പറ്റാത്ത കാര്യത്തിനല്ലേ ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയണത്, ഇല്ലേ? ജെറിക്കോ തടുക്കാൻ, ജെറിക്കോ പ്രാരാബ്ധമായിട്ട് വട്ടം നിൽക്കുകയാണ്. അത് ഇസ്രായേലിന് പറ്റാത്തപ്പോൾ, ജോർദാന് വറ്റിക്കാൻ പറ്റാത്തപ്പോൾ ദൈവം പറയുന്ന പോകുമ്പോഴാണ് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. ഉടമ്പടിയിൽ അതിൻ്റെ അടയാളമായിട്ടാണ് കാശ്വരം തന്നിരിക്കുന്നത്. ഉടമ്പടി കാശ്വരം മിസ് ചെയ്തെന്ന് പറയാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിപ്പിക്കുന്നതാണ് ആ ഉടമ്പടി കാശ്വരം. അത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ആരോ ആ കാശ്വരം കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അവിടെ കാര്യം അപ്പം തന്നെ നടന്നു. പക്ഷേ അവർ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ വരാനാണ് പറഞ്ഞത്, അവരിവിടെ വന്നിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ ബാഹ്യ അടയാളങ്ങൾ. നമ്മളിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ് ആ കാശ്വരൂപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത് വീണ്ടും നഷ്ടപ്പെട്ടവർക്ക് ഇവിടുന്ന് തിരിച്ചു കൊടുക്കാൻ കാര്യം അതാണ്. ആ കാശ്വരൂപത്തിൻ്റെ ഒരു നയ പൈസ പോലും വാങ്ങിക്കാതെ തിരിച്ചു കൊടുക്കാൻ കാര്യം എന്താണത്? അത് നമുക്ക് വിലയിടാൻ പറ്റാത്തത് കൊണ്ടാണ്. ദൈവ സാന്നിധ്യത്തിന് വിലയിടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം, മക്കളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുമ്പോഴും വളരെ ഉടമ്പടിയുടെ ഒരു സ്പിരിറ്റ് എന്ന് പറയണത് അപാരമായ ദൈവസ്നേഹമാണ്. എന്ത് ചെയ്താലും നിങ്ങൾ ഓരോ ഉടമ്പടി ദിവസം കഴിയുമ്പോഴും ദൈവസ്നേഹത്തിൽ വളർന്നോ. വെറുതെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നണം. ഉടമ്പടി എപ്പോഴാണ് ഒരു ഘട്ടം പൂർത്തിയാകണമെന്ന് നോക്കിയാൽ അച്ഛൻ പറയും, വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. കാര്യം പ്രാർത്ഥന പ്രണയം പോലെയാണ്. വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തു പോകും. ആരെ ഓർക്കും? ദൈവത്തെ ഓർക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
തീക്ഷ്ണ സ്നേഹത്തോടെ ദൈവത്തോട് സംഭാഷണം ചെയ്യുവാനും സംസർഗം ചെയ്യുവാനും ദൈവ സാന്നിധ്യത്തിലെ ജീവിത വിജയവും പുരോഗതിയും നേടുവാനും എന്നെ പ്രാർത്ഥനയാൽ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. വളരെ സന്തോഷകരമായ സാക്ഷ്യങ്ങളൊക്കെയാണ് കേട്ടത് നമ്മൾ. ആ സാക്ഷ്യങ്ങളുടെ പ്രകൃതി ഭയങ്കര രസമാണ്. ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ, എനിക്ക് ഒന്നുമില്ലായിരുന്നു, വീട്, സ്ഥലം, കടങ്ങൾ, ഇങ്ങനെ വീടില്ല, സ്ഥലമില്ല, കടങ്ങളാണ്, എല്ലാം കർത്താവ് എനിക്ക് തിരിച്ചു തന്നുവെന്ന് അവർ ആവർത്തിച്ച് ഇങ്ങനെ വാദോരാതെ പറയണത്. ഒന്നുമില്ലായിരുന്നു, എല്ലാം കർത്താവ് തിരിച്ചു തന്നു വന്ന. ശാന്തചേച്ചി അങ്ങനല്ലേ പറഞ്ഞത്, എനിക്ക് ആരോഗ്യം ഒന്നുമില്ലായിരുന്നു, ഞാനിങ്ങനെ ഒട്ടി ഉണങ്ങിപ്പോയി, എല്ലാം കർത്താവ് എനിക്ക് തിരിച്ചു തന്നു വന്ന. ഉടമ്പടി എല്ലാം തിരിച്ചു തരണ പ്രാർത്ഥനയാണ്, എല്ലാം തിരിച്ചു തരണതാ. അപ്പോൾ എല്ലാം തിരിച്ചു തരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു തരും. എല്ലാ മേഖല കണ്ടില്ലേ, സാമ്പത്തിക മേഖലയൊക്കെ അവർ സാക്ഷ്യം പറഞ്ഞത് കണ്ടില്ലേ. സാമ്പത്തിക മേഖല എന്താ പറഞ്ഞത്, നിങ്ങൾ എടുക്കരുത്, ഞാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5 നമ്പർ എടുക്കണം കണ്ടില്ലേ. 5 നമ്പറൊക്കെ അവരെടുക്കണത് എന്തിനാണ്? ദാറ്റ് മീൻസ് എല്ലാ മേഖലകളിലും വിശ്വാസി വിജയിക്കണം കണ്ടില്ലേ. വിശ്വാസം ശക്തിപ്പെട്ട് വരുമ്പോൾ എല്ലാം റീഗെയിൻ ചെയ്യാം. ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു പ്രവർത്തന രീതിയാണ്. സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്. ഈശോ പറഞ്ഞില്ലേ 2:3 മർക്കോസിൻ്റെ സുവിശേഷം, കൈ സൂക്ഷിച്ചു പോയിരുന്നതിനോട് എന്താ പറഞ്ഞത്? അവനെ കണ്ടപ്പോഴേ കരളലിഞ്ഞ് പറഞ്ഞു, സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ കൈ കുറുകിപ്പോയതാ. പറഞ്ഞു, ഐ കാൺ ജീസസ്, എനിക്ക് പറ്റണില്ല കർത്താവ്, ഇത് ജന്മനാ കുറുകിയതാണെന്ന് പറഞ്ഞ്. ഉടനെ കണ്ണു നിറഞ്ഞ് കർത്താവ് തൻ്റെ കൈ നീട്ടി. അവൻ്റെ കൈ നീളുന്നില്ലെങ്കിൽ ദൈവപൈതലെ, നിൻ്റെ കൈ നീളില്ലെങ്കിൽ അവൻ്റെ കൈ നീണ്ടുകൊണ്ട് നിൻ്റെ കൈയെ സ്പർശിച്ചുകൊണ്ട് ആ കൈയെ പൂർവാവസ്ഥയിലേക്ക് അവൻ മാറ്റം, കൈ ഇടിച്ച് കിടന്നില്ല. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരുന്ന അടയാളങ്ങളാണ് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്താണെന്നറിയാമോ? കർത്താവ് എല്ലാം തിരിച്ചു കൊടുക്കണമല്ലോ, ശരീരം, സമ്പത്ത് എല്ലാം തിരിച്ചു കൊടുക്കുന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിന് നഷ്ടപ്പെട്ടത് നമ്മളും തിരിച്ചു കൊടുക്കണം. ദൈവത്തിന് കുറേ നഷ്ടപ്പെട്ടിട്ടില്ലേ, അതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കണം. എന്താ ദൈവത്തിന് നഷ്ടപ്പെട്ടത്? ഇപ്പം ഇന്ന് രാവിലെ ഈ പൗരോഹിത്യ ചിന്തയുടെ കൂടെ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചിന്തയാണ്. ഇപ്പം കർത്താവ് നമുക്കൊരു കൽപ്പന തന്നു. എന്താ കൽപ്പന? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന ഉണ്ട് അല്ലേ. മനുഷ്യൻ വ്യഭിചാരം ചെയ്യാതിരുന്ന ദൈവത്തിന് എന്നാ വല്ല പ്രത്യേകത ഉണ്ടാ, വല്ല ഗുണവും കിട്ടുക? അത് ചിന്തിക്കണം. അപ്പം നമ്മൾ ചിന്തിക്കണം എന്താ വിഷയമെന്ന്. കാര്യം കർത്താവിന് മുമ്പ് വ്യഭിചാരം പുണ്യമായിരുന്നു. ഈ ആദത്തിന് ഹവ്വായൊക്കെ സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടം BC 500 സേക്രഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അർമേനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇറാഖ്, യൂഫ്രട്ടീസിന് നദിയുടെ ഇടയ്ക്കുള്ള നദീതീരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ശ്രീകോവിലിൽ വ്യഭിചാരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. വ്യഭിചാരം ഒന്ന് പുണ്യമായിരുന്നു. നിയമം വന്നപ്പോഴാണ് വ്യഭിചാരം പാപമായത്. അപ്പോൾ വ്യഭിചാരം പാവമായി, വ്യഭിചാരം നമ്മൾ ചെയ്യണില്ലാത്തത് കൊണ്ട് ദൈവത്തിന് വല്ല ഗുണമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വ്യഭിചാരം പാപമായത്? വ്യഭിചാരം പാപമാണ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് വ്യഭിചാരം എന്തുകൊണ്ടാണ് പാപമായത്. കണ്ണിന് പകരം കണ്ണ് എന്ന് മാസ്റ്റേഴ്സിനോട് പറയുമ്പോഴും കർത്താവ് പറഞ്ഞ് നിൻ്റെ ഒരു ചികിട്ടത്തടിക്കണവന് മറ്റേ ചികിട്ട് കൂടി. എന്തുകൊണ്ടാണ് ആ നിയമവും കൽപ്പനയെല്ലാം തിരിച്ചിട്ട് കർത്താവ് കരുണയുടെ കൽപ്പന കൊടുത്തതും ക്ഷമയുടെ കൽപ്പന കൊടുത്തതും? നമ്മൾ ക്ഷമിച്ചത് കൊണ്ട് ദൈവത്തിന് എന്നാ കിട്ടാനാ? വല്ലതും കിട്ടുമോ? മനുഷ്യൻ കൊല്ലാതിരുന്ന കൊണ്ട് ദൈവത്തിന് എന്നാ കിട്ടാനാ? വല്ലതും കിട്ടുമോ?
എന്താ പ്രശ്നം ഇതിൻ്റെ? എന്തുകൊണ്ടാണ് ഒരു പാപം ചെയ്യരുത് എന്ന് പറയണത്? ദൈവത്തിന് എന്തെങ്കിലും പുണ്യം അതുകൊണ്ട് കിട്ടണ കൊണ്ടാണോ? അല്ല, മറിച്ച് എന്താണ്? ആത്മാവിനെ നിർവീര്യമാക്കാൻ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണത്. 1 തെസ്സലോനിക്കർ 5:19 പറഞ്ഞില്ലേ? 1 തെസ്സലോനിക്കർ 5:19 എന്താണ്? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. വേറെ അരൂപി, ഇപ്പം മൃഗങ്ങളെപ്പോലെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ജഡാരൂപി കയറി വരും. ജഡാരൂപി കയറി വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിർവീര്യമാകും. ജഡാരൂപി കയറി വരുമ്പോഴേ പരിശുദ്ധാത്മാവ് നിർവീര്യമാകുകയും ദൈവവും നമ്മളും തമ്മിലുള്ള കണക്ഷൻസ് പോകും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെ. റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ജഡത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവർ ജഡത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയാണ് നമുക്ക് പാപം വഴി നഷ്ടപ്പെടുന്നത്. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കൈയിടിച്ച് കർത്താൻ. ഉടമ്പടി നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവം നമുക്ക് തിരിച്ചു തരും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് നഷ്ടപ്പെട്ടത് നമ്മളും ദൈവത്തിന് തിരിച്ചു കൊടുക്കണം. പ്രാർത്ഥിച്ച്, കർത്താവേ, ദൈവ പൈതൽ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങേക്ക് നഷ്ടപ്പെട്ടത് ഈ ഉടമ്പടിയിലൂടെ എല്ലാം തിരിച്ചു തരാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. നമ്മൾ ഉടമ്പടി പാപം ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ട ദൈവം തിരിച്ചു തരണത്. ഇപ്പോൾ ഒരു മുഹമ്മദ് സാക്ഷ്യം പറഞ്ഞില്ലേ, 1 കൊല്ലമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജഡാരൂപി, ലോകാരൂപിയെ അവൻ ഒഴിവാക്കിയിരിക്കുന്നു, പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു. പക്ഷേ ലോകാരൂപിയെയും ജഡാരൂപിയെയും പുറത്താക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധാത്മാവിൽ നമ്മളെ നിറയുകയും ചെയ്യണം. ഉടമ്പടി ഒരു കുടി നിർത്തൽ പരിപാടിയല്ല, മറിച്ച് എന്താണ്? ഉടമ്പടി ദൈവികമായ പദ്ധതി, ദൈവ പൈതലിനെക്കുറിച്ചുള്ള ദൈവവിഭാവനം ചെയ്ത ദൈവരാജ്യ പൈതലായി അതിൻ്റെ എല്ലാ പുണ്യങ്ങളോടും സൽപ്രവൃത്തികളും കൂടി അവനെ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ദൈവത്തിന് നഷ്ടപ്പെട്ട ദൈവമേ ഞാൻ തിരിച്ചു തരുമെന്ന്, എന്നെ അതിനെ സഹായിക്കണമെന്നാണ് നമ്മൾ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നത്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവ പൈതൽ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് നഷ്ടപ്പെട്ട എല്ലാ അവകാശങ്ങളും തിരിച്ചു കൊടുക്കുവാനും പുനരുദ്ധരിക്കുവാനുമുള്ള എൻ്റെ ഉടമ്പടി ശ്രമങ്ങളെ അമ്മയെ അഭിഷേകം ചെയ്യണമേ. എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിള്ളമരെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഒത്തിരിയേറെ അനുഭവ രോഗസൗഖ്യങ്ങളെ നമ്മൾ കേട്ടു. യൂട്യൂബിൽ പോലും ആരാധന കേൾക്കൊണ്ടിരിക്കുന്നവരെ കർത്താവ് വിശ്വാസമുള്ളവരെ സുഖപ്പെടുത്തുന്നതും അവരിവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. അത്രയും പ്രസരമാണ് എല്ലാ മീഡിയയും, കൃപാസനത്തിൻ്റെ എല്ലാ മീഡിയയും ഇങ്ങനെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മാധ്യമങ്ങളാക്കി മാറ്റിയിരിക്കുക. ലോകത്തൊത്തിരി മാധ്യമങ്ങളുണ്ട്, സാത്താനെ മഹത്വപ്പെടുത്തുന്ന മാധ്യമങ്ങളുമുണ്ട്. കൃപാസനത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളെയും ദൈവരാജ്യം പുലരാൻ വേണ്ടി സുവിശേഷ പോരാളികളുടെ കൈക്കും കാലിനും കരുത്ത് കൊടുക്കാൻ വേണ്ടി അടയാളങ്ങളിലൂടെ വിശ്വാസത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനെ കർത്താവ് തൻ്റെ സാന്നിധ്യം തിരിച്ചറിയിച്ചുകൊണ്ട് മീഡിയയെ ഉപയോഗിക്കുക. അതുകൊണ്ട് കൃപാസനത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളെയും പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപാസനത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളെയും, തിരുസഭയുടെ എല്ലാ മാധ്യമങ്ങളെയും ഈ നിമിഷം
ലോകത്തിന് സുവിശേഷത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മാധ്യമമാകാൻ, കരുത്താർന്ന മാധ്യമമാകുവാൻ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. രോഗമുള്ളവർ അടിവയറ്റിൽ കൈവയ്ക്കേണ്ടതാണ്. നെഞ്ചിൽ രോഗമുള്ളവർ നെഞ്ചിൽ കൈവെക്കണം. ഇപ്പോഴ് അമ്മയുടെ മധ്യസ്ഥ ഈശോ എന്നെ സുഖപ്പെടുത്തുന്ന വലിയ സ്വർഗീയ നിമിഷമാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ പ്രോഗ്രാം ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും എപ്പോഴാണോ ഇത് നിങ്ങളെ യൂട്യൂബിലേക്ക് തിരിച്ചെത്തുന്നത്, 2-3 ദിവസം കഴിഞ്ഞായാലും ശരി, ആ സമയത്തും വിശ്വാസത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ സൗഖ്യപ്പെടുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴ് അവർക്ക് വേണ്ടി ആരെല്ലാം ശുശ്രൂഷയിൽ എന്നെല്ലാം പങ്കെടുക്കുന്നു അന്നെല്ലാം അവർക്കും കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി കർത്താവെ, അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരത്തിൻ്റെ ആശീർവാദം അവർക്ക് നൽകണമേ. പിസ്തുല രോഗങ്ങളെ കർത്താവെ സ്പർശിക്കണമേ. PCOD രോഗങ്ങളെ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ. PCOD രോഗങ്ങളെ കർത്താവ് സ്പർശിക്കണേ കർത്താവെ. കിഡ്നി കല്ലുകൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവെ. ഈശോ സിസ്റ്റ് രോഗങ്ങൾ, ഗർഭാശയ സിസ്റ്റ് രോഗങ്ങൾ, അണ്ഡാശയ സിസ്റ്റ് രോഗങ്ങൾ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. മൂത്രാശയ രോഗങ്ങളെ സ്പർശിക്കണേ കർത്താവെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടിവയറ്റിലെ മുഴുവൻ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ഗർഭാശയ മൂത്രാശയ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. മക്കളെ, നെഞ്ചിൽ കൈവെക്കുക. രോഗമുള്ളവരെ വെക്കാം കേട്ടോ, രോഗമില്ലാത്തവർ വെക്കരുത്. അഥവാ രോഗമില്ലാത്തവർ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോട് രോഗം പറഞ്ഞിട്ടുള്ളവരുണ്ട്, നെഞ്ചിൽ രോഗം ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുള്ളവർക്ക്, അവർക്ക് വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ നെഞ്ചിൽ കൈവെക്കാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ കുറേ സൗഖ്യങ്ങൾ നമുക്ക് കിട്ടി, ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് രോഗമില്ല, പക്ഷേ നമ്മുടെ ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാവുന്നവർ, അവർക്ക് രോഗമുണ്ട്. അവരെ രോഗം സുഖപ്പെടുത്താൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ നെഞ്ചിൽ അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നെഞ്ചിന് വേദനക്കാരെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ശ്വാസകോശ രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോകുന്നവർ, അടഞ്ഞു പോകുന്നവർ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. ഓ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, നെഞ്ചുവേദനക്കാരെ, ഹൃദയരോഗികൾ, കേരള രോഗികൾ, ബിൽഡ്രൂബിൻ കൂടുതലുള്ളവർ, ഹൃദയരോഗികൾ, യേശുവിന്റെ നാമത്തിൽ, ശ്വാസകോശ രോഗികൾ, വലിവ്, ആസ്മ, ശ്വാസം മുട്ടൽ, യേശുവിന്റെ നാമത്തിൽ, ചെറുത്, അതിൻ്റെ മുഖത്ത് മഞ്ഞ, അതിൻ്റെ സൈഡിന് ചുവപ്പ് നിറമുള്ള എന്തോ മുഴകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. രോഗമായിട്ട് ആ മുഴകളെ കർത്താവ് ഇപ്പോഴ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തിണർപ്പ്. അവസാനം ഇതിങ്ങനെ ഒരു തരം എന്താ പറയുക, പഴകോലയുടെ നിറം പോലെയുള്ള ഒരു ചാര പഴകിയ നിറമായിട്ടിങ്ങനെ കുരുക്കൾ കൺവേർട്ടാകും, ചേഞ്ചാകും. അങ്ങനെ ശരീരത്തിൽ കുറേ കുരുക്കൾ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് പഴുക്കും, പിന്നെ അത് സബ്സൈഡായിട്ട് പിന്നെയും പഴയതുപോലെയുള്ള പാടായിട്ട് മാറും. ഈ രോഗിയെ മുഖത്തുകൂടി ആ രോഗങ്ങൾ, കുരുക്കളുടെ പാടുകളുണ്ടായിരുന്നു, ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്പോണ്ടിലോസിസ് പോലെ എന്തോ രോഗങ്ങൾ ഇങ്ങനെ മടന്തിയൊക്കെ ഇങ്ങനെ മടങ്ങി കിടക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ രോഗം പെടലി അനക്കാൻ പറ്റാത്ത രീതിയിൽ അകത്ത് അസ്ഥിക്കുഴകളിലും കഴുത്തിൻ്റെ അസ്ഥിക്കുഴകളിലൊക്കെ വേദനയും നീരും ദ്രവിപ്പും അതുപോലെ തന്നെ ഉരച്ചിലുമുള്ള രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. സുഖപ്പെടുത്തുന്നുണ്ട്. അതായത് രക്തസ്രാവ രോഗി 6 ദിവസത്തിൽ കൂടുതൽ രക്തസ്രാവങ്ങൾ നിലനിൽക്കുകയും അവർക്ക് 10, 40, 45 വയസ്സ് കാണുമായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ സ്രാവ രോഗികളെ കർത്താവ് സ്പർശിക്കുന്നതിനൊക്കെ പ്രാർത്ഥിക്കാം. കരപ്പഴ സ്രാവവുമായി ബന്ധപ്പെട്ട കുറേ രോഗങ്ങളില്ലേ,
പൈറ്റ് ഡിസ്ചാർജ് പോലുള്ള രോഗങ്ങൾ, വെള്ളപ്പൊക്കിൻ്റെ അസുഖങ്ങൾ, മൂത്രം ഇറ്റിറ്റ് പോണവർ, ഒഴിക്കാൻ പറ്റാതിരിക്കുന്നവർ, പലപ്പോഴും ഇങ്ങനെ മൂത്രം പൊയ്ക്കൊണ്ടേയിരിക്കുന്നവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടേയിരിക്കുന്നവർ, മൂക്കിൽ നിന്ന് ജലദോഷം ഒരിക്കലും മാറാത്തവർ, അലർജി രോഗികൾ, സ്രാവ രോഗികൾ, ശ്രുതികളുടെ ഹലരി കൂടുതലുള്ളവരെ നടുവിന് കൈ വെക്കുക. തൈറോയ്ഡ് രോഗികൾ, ട്രാൻസ്ലേറ്റ് രോഗികൾ, ശിരസിൻ്റെ രോഗികൾ, പലതരത്തിലുള്ള രോഗങ്ങളില്ലേ, ശിരസിന് ENT വരുന്ന രോഗങ്ങൾ, തലച്ചോറിൻ്റെ ഞരമ്പിൻ്റെ കേടുകൾ, രക്തോട്ടമില്ലാത്ത ഞരമ്പുകൾ, മരവിപ്പുകൾ, അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ കൈകൾ വെക്കേണ്ടതാണ്. കൈവെക്കുമ്പോൾ ഓർക്കേണ്ട പ്രാർത്ഥനയാണ്, അമ്മ മാതാവേ, മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്, ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കൈകളെ വെക്കണതെന്ന് പറയണം. ഒന്ന് പറഞ്ഞ്, അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ ഈ കൈകൾ ഞാൻ വെക്കുന്നു. എൻ്റെ വാതരോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, എൻ്റെ ശിരസിൻ്റെ രോഗങ്ങൾ, കഴുത്തിൻ്റെ രോഗങ്ങൾ, എൻ്റെ കിഡ്നി രോഗങ്ങൾ, അസ്ഥിക്കുറകളുടെ രോഗങ്ങൾ, അസ്ഥിക്കുറകളുടെ രോഗങ്ങൾ, പേശി മരവിപ്പ് രോഗങ്ങൾ, പേശി മരവിപ്പ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ, യേശുനാമത്തിൽ, 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 യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. നമ്മൾ ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതികാനുകൂല്യങ്ങൾ. ഉടമ്പടിയുടെ ഒരു വലിയ മണ്ഡലമാണ് ഭൗതികാനുകൂല്യങ്ങൾ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, ഭാഗ്യോടമ്പടി നടക്കാത്തവർ, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, രേഖാമൂലമായ സാങ്കേതിക കുരുക്കിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവർ, യാത്രക്ക് ടൈം എടുത്തിട്ടുള്ളവർ, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവർ, യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകളും സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. വിവാഹത്തിൻ്റെ സമ്മതത്തിൻ്റെ ഡേറ്റ്, നിശ്ചയ ഡേറ്റ്, തിരുക്കർമ്മ ഡേറ്റ്, ഡെലിവറി ഡേറ്റുകൾ, ഓപ്പറേഷൻ ഡേറ്റുകൾ, കേസ് വിസ്താരം, വാദം, കോടതി കേസുകളുടെ ഡേറ്റുകൾ, ഇങ്ങനെ എല്ലാ ഡേറ്റുകളും ഓർക്കുക. ഡേറ്റിൻ്റെ സാക്ഷ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ട് ഇന്നും കേട്ടതാണ്. സമയത്തിൻ്റെ മധ്യസ്ഥ അധികാരം അമ്മയ്ക്കുണ്ട്. ആകാത്ത സമയത്തെ ആക്കിയെടുക്കാനുള്ള മധ്യസ്ഥ അധികാരം അമ്മയ്ക്കുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റും ടൈമും ഒക്കെ അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. സമയത്തെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഡേറ്റ്, ടൈം, തീയതികളെല്ലാം സമയത്തെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി പ്രകാരം ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോ ആ ഡേറ്റിൽ ഇടപെടുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. ലോർഡ് ജീസസ്, pour out your spirit. Touch your fire finger. Soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി, എൻ്റെ കർത്താവിൻ്റെ ശക്തി നിൻ്റെ ജീവിത മണ്ഡലങ്ങളിലെ സ്പർശിക്കട്ടെ. യാത്രകൾ, തീരുമാനങ്ങൾ, ഓരോ നിയോഗങ്ങൾ, ഓരോ സംരംഭങ്ങൾ കർത്താവ് സ്പർശിക്കട്ടെ. കർത്താവ് നിൻ്റെ സംരംഭങ്ങളെ സ്പർശിക്കട്ടെ. വരുമാന മാർഗങ്ങളിലെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവര്, സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്നവര്, യേശുനാമത്തിൽ കടങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളുടെ മേൽ
നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്പർശിക്കുക. ഇപ്പോഴും രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭുജം, ഇടത് ഭുജം പൊക്കാൻ പറ്റാത്തവരും ശരീരത്തിലെ അസ്ഥികൾ ഉന്തി നിൽക്കുന്നവരെയൊക്കെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ശ്വാസമെടുക്കുമ്പോൾ വേദനിക്കുന്നവർക്കും നെഞ്ചിൻ്റെ ഉള്ളിൽ തടയുന്നവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. മാനസിക രോഗികൾ, ഫിക്സ് രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ദുശ്ശീലങ്ങളുടെ വലിയ കുടുക്കിലും കുടുംബത്തെ സങ്കടപ്പെടുത്തി നശിപ്പിക്കുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന പ്രണയ പാരവശ്യങ്ങളിലൊക്കെ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധത്വം തളിക്കപ്പെടാൻ വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ലോർഡ് ജീസസ്, pour out His Spirit. Command you in the name of Jesus Christ to deliver from all the dangers in the name of Jesus Christ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്പർശിക്കുന്നതിന് കർത്താവേ വിടുതൽ നൽകി നന്ദി പറയുന്നു. സ്പർശിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിറച്ച വസ്തുക്കളെ കയ്യിലെടുക്കുക. നിറച്ച വസ്തുക്കളെ കയ്യിലെടുക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് വലിയ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ല ദൈവമായിട്ട് ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നാച്ചവസരം ആശീർവദിക്കുന്ന സമയമാണ്. നാളെ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. നാളെ ചൊവ്വാഴ്ചയായത് കാരണം നമ്മൾക്കിവിടെ ഇതുപോലെ പ്രാർത്ഥനയുണ്ടായിരിക്കും. പക്ഷേ 4 മണിക്ക് ശുശ്രൂഷ എല്ലാം അവസാനിപ്പിക്കും. അച്ഛൻ്റെ ഇടവകയിൽ പോകേണ്ട കാരണം 4 മണി വരെയാണ് അച്ഛൻ ഇവിടെ ഉണ്ടാവുക. പ്രാർത്ഥന പറഞ്ഞ പോലെ 2:00 തന്നെ തീരും. പിന്നെ അത്യാവശ്യം പ്രാർത്ഥനയ്ക്ക് 4 മണി വരെ ഉണ്ടാവും. പതിവ് പോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന പോലെ തന്നെ ആൾത്താറയിലെ ശുശ്രൂഷ അതുപോലെ തന്നെ നടക്കും. കൗൺസിലിംഗും രോഗി പ്രാർത്ഥനയൊന്നും നാളെ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ലേ, അത് അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പ്രാർത്ഥിക്കാം. കിഡ്നി രോഗികൾ, കരരോഗികളൊക്കെ ഇല്ലേ, അവർ അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് വന്നാൽ മതി. നാളെ വരണ്ട എന്ന് പറയാൻ കാരണം 3:30-4 മണിയാകുമ്പോൾ അച്ഛൻ പോകുന്നത് കൊണ്ടാണ്. അല്ലെ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് കളങ്കമില്ല. അതുപോലെ തന്നെ 8 മണിക്ക് തുടങ്ങും. കുർബാനയോട് കൂടി 2:30 അവസാനിപ്പിക്കും. ഇപ്പോൾ കുറച്ച് പേര് സങ്കടപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഉടമ്പടി പ്രാർത്ഥനാ ദിവസം തന്നെ പുതുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വീണ്ടും വരേണ്ടി വരികയില്ല, പൈസ മുടക്കിയെന്ന്. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഭയങ്കര പാടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയെങ്കിലും ഉടമ്പടി ധ്യാന ദിവസം തന്നെ ഉടമ്പടി പുതുക്കേണ്ടവർക്ക് പുതുക്കാനുള്ള തീരുമാനം എടുത്തു. പക്ഷേ ഉള്ളൊരു ഉടമ്പടി എടുക്കുകയും ചെയ്യാം, പുതുക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് സ്റ്റാഫിൻ്റെ കുറവുണ്ട്.
ഇപ്പം നമ്മൾ സ്റ്റാഫിനെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചൈതന്യമുള്ളവർ സ്റ്റാഫാകാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസ് കൗൺസിലിങ്ങുമാണ്. അതുഴപ്പിയ ഉടമ്പടി ശരിക്കും ഉഴപ്പും. ഉടമ്പടിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെയിൻ ഹാർട്ട് എന്ന് പറയുന്നത് ഉടമ്പടി ഇവിടുത്തെ ശുശ്രൂഷയുടെ മെയിൻ ബ്രെയിൻ ആൻഡ് ഹാർട്ട്, തലച്ചോറും ഹൃദയവും എന്ന് പറയണത് അതിൻ്റെ ക്ലാസ്സും കൗൺസിലിങ്ങുമാണ്. അത് ഉഴപ്പണത് കൊണ്ടാണ് ചില ആൾക്കാരത് ഉഴപ്പും, കുറേ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ അതിനെ പങ്കെടുക്കണം ധൃതി കാണിച്ച് കൗൺസിലിംഗിൽ നിന്നൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കാര്യങ്ങൾ അറിയാൻ പറ്റാതെ കൊണ്ട് അപേക്ഷക്കത്ത് എഴുതുക. അങ്ങനെയെങ്കിൽ നിങ്ങളിവിടെ വരേണ്ട കാര്യമില്ല. അത് വല്ല നൊവേന പട്ടിലും പോയി എഴുതിയിട്ടാൽ മതി. ഇത് ഉടമ്പടിയാണ് ദൈവത്തോട് ചെയ്യുന്ന. നമ്മൾ വെളുക്കാൻ തക്കണ കാര്യങ്ങൾ പാണ്ടാക്കി മാറ്റരുത്. ക്ലാസ് 4 മണിക്കാണ് തുടങ്ങണത്. 4 മണിക്ക് ക്ലാസ് തുടങ്ങും. എന്നിട്ട് ഇപ്പം മുമ്പ് നമ്മൾ കോഴിക്കോട് മലപ്പുറം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എറണാകുളംകാരൊക്കെ ചോദിച്ചു ഞങ്ങളെന്താ ഇതേപോലെ കുഴപ്പമുണ്ടോയെന്ന്. അതില്ല. കാരണം വെച്ചാൽ അവർക്ക് അകലെയുള്ളത് കണ്ട് എറണാകുളംകാർക്ക് ജസ്റ്റ് ഇങ്ങനെ വന്നാൽ മതിയല്ലോ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ആരെയും ഒഴിവാക്കാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ നമുക്ക് സ്റ്റാഫൊക്കെ ഈ കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഷിഫ്റ്റ് വെച്ചിട്ട് ഞങ്ങളത് എല്ലാ ദിവസവും ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നും പുതുക്കേണ്ടവർക്ക് ഓഫീസുമായി നിങ്ങൾ മെയിൻ ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതി. പുതുക്കേണ്ടവരും ഉടമ്പടി ചെയ്യേണ്ടവരും മെയിൻ ഓഡിറ്റോറിയത്തിൽ വന്നാൽ അതിനുള്ള നിർദ്ദേശം കിട്ടിയിട്ട് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ വല്ലതും കഴിച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാര്യം 4 മണിക്കാണ് തുടങ്ങണത്. ധൃതിക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചിലപ്പോൾ 4 മണിക്ക് വെക്കണത്. ചില ആൾക്കാർക്ക് ഇപ്പം തന്നെ എഴുതി കൊണ്ടുവന്ന് ഇട്ടേച്ചും ഓടിക്കളണമെന്ന് പറഞ്ഞിറക്കണം. അങ്ങനെയുള്ളവർ ഉടമ്പടി ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. അവരവരുടെ രീതിയിൽ പോട്ടെ, അവർക്ക് സ്വസ്ഥമുള്ള സമയമുള്ള ദിവസം അവർ വന്ന് ഉടമ്പടി ചെയ്യട്ടെ. ഇവിടെ 4 മണിക്കാണ് ക്ലാസ് തുടങ്ങണത് തന്നെ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം. ഇപ്രാവശ്യം 5 തിങ്കളാഴ്ചയും 5-ാം തിങ്കളാഴ്ചയും 5-ാം ചൊവ്വാഴ്ചയും കൂടി ഉള്ളതാണ് 30-31 തീയതികളിൽ. അതോടുകൂടിയാണ് ഉടമ്പടി ധ്യാനം ഈ മാസം അവസാനിക്കുന്നത്. നമ്മുടെ തിയറി നമ്മുടെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നടക്കും. ഒന്നും 2 ഉടമ്പടി പുതുക്കണതിന് ഉടമ്പടി കാർഡുകൾ. പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയും ഒക്കെ കുറച്ച് പറ്റിക്കൽ നടക്കുന്നുണ്ട്. ആൾക്കാരെന്ത് ഇങ്ങനെ ഉടമ്പടിയിൽ ചില ആൾക്കാർക്ക് അറിയില്ല. അതായത് ചിലർ ഉടമ്പടി കാർഡ് കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥന ഉഴപ്പും. എന്നിട്ട് അവർ ആരെങ്കിലും കൊണ്ട് പത്രം വാങ്ങിപ്പിച്ചിട്ട് കാർഡ് കൊണ്ടുവന്ന് കാണിക്കും. അതാണ് ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകണത്. എല്ലാവരും കള്ളത്തട്ടിപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. നിങ്ങളുടെ ഈ മാല മൊട്ടിക്കുന്ന കള്ളന്മാരെ പോലെ. അപ്പം അങ്ങനെ ദൈവദർശനം അങ്ങനെ ചെയ്യരുത്. ഒരു മാസം ഒരു പ്രെയർ ഉടമ്പടിക്ക് 1 വരെ കൂടാൻ പറഞ്ഞിട്ടുള്ളൂ. അതിവിടെ കൂടേണ്ടതാണ്, ആരാധന പങ്കെടുക്കേണ്ടതാണ്. ഒരു ഉടമ്പടി ചെയ്യുന്ന ആൾ 1 മാസം ഒരു പ്രാർത്ഥന. ബാക്കിയെല്ലാം നമുക്ക് കൂടണത് ഷാരോൺ TV-യിലാണ്. പിന്നെ എവിടെയാണ് യൂട്യൂബിലല്ലേ ഇപ്പോൾ അവരിങ്ങനെ വരണത്. ആൾക്കാർ 2 TV-യിലും എല്ലായിടത്തും ഇത് ഒത്തിരി നമ്മൾ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ നിങ്ങൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, അത് നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിച്ചു, ഏത് വചനം നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണത്. അല്ലാതെ എല്ലാവരും ആമീൻ എന്നാണ് ഇടിക്കണത്. ചവിട്ടാടം കളിച്ചാലും പറയും ആമീൻ എന്ന് പറയും. അല്ല, അങ്ങനെ ഉണ്ട്. കൃപാസനത്തിന് കുറേ ശുശ്രൂഷ ഉണ്ടല്ല. ഇപ്പോൾ കടലിൽ പ്രത്യേക ബില്ല് വരാൻ പോകുകയല്ലേ, അപ്പം അതിനെതിരെയുള്ള സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിന് അത് യൂട്യൂബിൽ ഇടുമ്പോഴും ആ സമരം കണ്ടുവച്ചും ആമയും പറയും. അങ്ങനെ പൊട്ടങ്ങൾ കളിക്കരുത്. അപ്പോൾ നിങ്ങൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെന്ന് കണ്ടവർ മനസ്സിലാക്കും. അങ്ങനെയല്ല, ആ സബ്ജക്റ്റ് വൈസാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ആ വിഷയത്തിൽ ഹൗ ഡു യു ഫെൽറ്റ്, ആ വചനം കേട്ടപ്പോൾ എന്ത് തോന്നി, എങ്ങനെ നിങ്ങൾക്കത് അഭിഷേകം കിട്ടി, എങ്ങനെ നിങ്ങൾ നിലനിർത്തി,
ഈ ദിവസങ്ങളിൽ ചവിട്ടുനാടൻ പുനരുദ്ധരിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ട് അപ്പോഴും പറയും എൻ്റെ ചേട്ടത്തിലെ തലവേദന മാറ്റി തന്നെ കർത്താവെന്ന്. വല്ല കഥയുണ്ട്. ചവിട്ടുനാടൻ കളിക്കുമ്പോൾ തലവേദന ഉണ്ടാകുകയുള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ അത് വെറുതെ ഇങ്ങനെ കുറേ പേര് ഇരിപ്പുണ്ട്. അങ്ങനെ ചെയ്യരുത്. കൃപാസനത്തിൻ്റെ മിഷൻസ് കുറേ മിഷൻസ് ഉണ്ട്. സാമൂഹ്യമുണ്ട്, സാംസ്കാരികമുണ്ട്, ആത്മീയമുണ്ട്. അതെല്ലാം കൂടിയാണ് കൃപാസനം എന്ന് പറയുന്നത്. ആ മിഷൻ്റെ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ബേസിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ധ്യാനം വരുമ്പോൾ ധ്യാനത്തിൻ്റെ രീതികളിൽ മൂന്നാമത് പുതുക്കണമെങ്കിൽ നിങ്ങൾ സാക്ഷ്യം എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കുന്ന സാക്ഷ്യം മൂന്നാം കൗണ്ടറിൽ നിങ്ങൾ അവിടുന്ന് ഒപ്പിട്ടിട്ട് സീല് ചെയ്ത് നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൻ്റെ കൂടെ വെച്ച് തരും. നാലാമത് പുതുക്കണമെങ്കിൽ ആദ്യം മൂന്നാമത് പുതുക്കിയതിൻ്റെ സാക്ഷ്യത്തിൻ്റെ കാർഡ് വേണം. സാക്ഷ്യം എഴുതിയതിൻ്റെ. അല്ല നാലാമത് നേരെ വന്ന് പുതുക്കാൻ പറ്റും. നാലാമത് പുതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാക്ഷ്യം പറയണം. ആൾക്കാരുടെ താഴെ സാക്ഷ്യം പറയണം. പക്ഷെ അതൊക്കെ വരുമ്പോൾ മൂന്നാമത് പുതുക്കിയതിൻ്റെ സാക്ഷ്യം എന്താണെന്ന് ബ്രദറിന് അറിയണം. നാലാമത് പുതുക്കുമ്പോൾ നമ്മൾ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കൂപ്പൺ വെച്ച് തരും, സാക്ഷ്യം പറഞ്ഞതാണെന്ന്. അത് ഓഫീസിൽ കൊടുക്കുമ്പോഴാണ്, കൗൺസിൽ കൊടുക്കുമ്പോഴാണ് നാലാമത് പുതുക്കി കിട്ടുന്നത്. കൗൺസിൽസ് ഒന്നും നാലാമത് പുതുക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. സാക്ഷ്യത്തിൻ്റെ 3ൻ്റെ എഴുതിയ കാർഡും 4ൻ്റെ പറഞ്ഞ കാർഡും നിങ്ങളുടെ ഉടമ്പടി പൗച്ചിലുണ്ടാവണം. 5ാമത് പുതുക്കണമെങ്കിൽ നീല പേപ്പറാണ് 5ാമത് പുതുക്കണത്. അതിനാണ് മെസ്സേജിലും 4 തൊട്ട് മെസ്സേജ് വരും. ആവശ്യമുള്ളവർ ഏത് വിഷയത്തെ ചോദിച്ചാലും കർത്താവ് സന്ദേശം തന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരും, ആ സന്ദേശം തരും. 4ാമത് മുതൽ സന്ദേശം വരും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവോ എന്നോട്, അല്ലെങ്കിൽ കൗൺസിലർ ആരാണ് ചെയ്യണം അവരോട് ചോദിക്കാം. എൻ്റെ മെസ്സേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മെസ്സേജ് പറഞ്ഞു തരും. അവർക്ക് പറയാൻ പറ്റാതെ അച്ഛൻ പറയും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആ പേപ്പർ സാക്ഷ്യമില്ലാത്തവരെ മുമ്പോട്ട് ഉടമ്പടി മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കറക്റ്റായിട്ട് ഉടമ്പടി എടുക്കാവുന്ന തീരുമാനിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് സാക്ഷ്യമല്ലേ. അപ്പോൾ ഇവിടെ എവിടെയോ ഉടമ്പടി ഉഴപ്പിയിട്ടല്ല അങ്ങനെ വരണത്. ഇപ്പോൾ 1ഉം 2ഉം പുതുക്കണേ കുഴപ്പമില്ല. പക്ഷേ 3 തൊട്ട് സാക്ഷ്യം എഴുതി കൊടുക്കണം, 4ന് സാക്ഷ്യം പറയണം, 5ന് സാക്ഷ്യം മെയിൻ ആൾട്ടറെ പറയണം, യൂട്യൂബിൽ ലൈവായിട്ട് പറയണം. അത് അത്രയും പവറുള്ള സാക്ഷ്യം കിട്ടണം. ഇപ്പോൾ 60 സാക്ഷ്യമൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ 20 പറയിപ്പിക്കുന്നത്. കാര്യം ഉടമ്പടി അടയാളങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും പ്രാർത്ഥനയാണ്. ഏത് വിഷയവും 10% ബോഡി ഇനി ജീവിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴും ശരീരം അഴുകിപ്പോയാലും ഉടമ്പടി തൈലം തേച്ചിട്ട് ശരീരം വീണ്ടും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പഴയ രീതിയിൽ വന്നെന്ന് പറഞ്ഞ് സാക്ഷ്യം കിട്ടില്ല നമ്മൾ. അത്തരം സാക്ഷ്യങ്ങളൊക്കെയാണ് അമ്മ ചെയ്യണത്. കാര്യം അമ്മ അത് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമായിട്ടാണ് സാക്ഷ്യം വരുന്നത്. അല്ല ഒരു കരിസ്മാര് ധ്യാന കേന്ദ്രമായതിൻ്റെ പേരിൽ വരണതല്ല. അമ്മ അത് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫലമായിട്ട് വരുന്ന സാക്ഷ്യങ്ങളാണ്. അത് സഭ അത് പഠിക്കാൻ വേണ്ടിയാണ് കൂടുതൽ സാക്ഷ്യങ്ങൾ സഭയ്ക്ക് ദൈവം നൽകണത്. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, firing us soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the miracles of the Holy Priesthood, I bless the Holy relics, those used to have grace and peace and power. സരസ്വതി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന് ഏർപ്പെടും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തട്ടെ. ഇത് ഈശോ നിങ്ങളെ ആശീർവദിക്കുക. രോഗങ്ങൾ ദുരിതങ്ങൾ സമർപ്പിക്കണം. അന്ധന് കാഴ്ച കൊടുത്തവൻ, ബദിരന് കേൾവി കൊടുത്തവൻ, ഊമന് സംഭാഷണശക്തി കൊടുത്തവൻ, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ മുട്ടയിൽ നിന്നുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഈശോ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ സ്പർശിക്കുക. നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം കർത്താവെ സ്പർശിക്കുന്നതാണ്. കർത്താവെ ഏറ്റെടുക്കുക, അഭിഷേകം ചൊരിയുക. ദിവ്യകാരുണ്യം ഒത്തിരി മതിയ ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്